നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത് റീചാർജബിൾ ബാറ്ററിയാണ്. ലിഥിയം അയൺ ബാറ്ററി റീചാർജബിൾ ബാറ്ററിയാണ്. അതുപോലെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ബാറ്ററിയാണ് ലിഥിയം അയൺ ബാറ്ററി. സോ ലിഥിയം അയൺ ബാറ്ററി റീചാർജബിൾ ബാറ്ററിയാണ്, ഫാസ്റ്റ് ചാർജിങ് ആണ്. ഈ ഇലക്ട്രോകെമിക്കൽ ബാറ്ററിയുടെ മെയിൻ കമ്പോണൻ്റ് ഏതാ? ലിഥിയം അയോൺ ആണ്. ലിഥിയം അയോൺ ബാറ്ററി ഒരു ഇലക്ട്രോകെമിക്കൽ ബാറ്ററിയാണ്. ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ മെയിൻ കമ്പോണൻ്റ് ലിഥിയം അയൺ ആണ്. സോ റീചാർജബിൾ ബാറ്ററിയാണ്, ഫാസ്റ്റ് ചാർജിങ് ആണ്, ലിഥിയം അയോൺ ആണ്. അതുപോലെ ഇതിന് ലോങ് സൈക്കിൾ ലൈഫ് ഉണ്ട്, വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ഓപ്പറേഷനും ഉണ്ട്. ലോങ് സൈക്കിൾ ലൈഫും വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ഓപ്പറേഷനും ഉണ്ട്. ഹൈ എനർജി ഡെൻസിറ്റി ആണ്. സോ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത് റീചാർജബിൾ ബാറ്ററി ആണെന്ന് ഓർത്തിരിക്കുക. ഫാസ്റ്റ് ചാർജിങ് ആണ്, ലിഥിയം അയോൺ ആണ് മെയിൻ കമ്പോണൻറ്റ്. അതുപോലെ ഹൈ എനർജി ഡെൻസിറ്റി ഉള്ള ബാറ്ററിയാണ്, ലോങ് സൈക്കിൾ ലൈഫാണ്, അതുപോലെ വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ഓപ്പറേഷനുമാണ് ലിഥിയം അയൺ ബാറ്ററിക്ക്. ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇനി നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡാണ് കാഥോഡ്. കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് ലിഥിയം മെറ്റൽ ഓക്സൈഡ് ആണ്. കാഥോഡായി യൂസ് ചെയ്യുന്നത് എന്താ? ലിഥിയം മെറ്റൽ ഓക്സൈഡ്. എക്സാമ്പിളായിട്ട് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ്, ലിഥിയം മാംഗനീസ് ഓക്സൈഡ്, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് ലിഥിയം മെറ്റൽ ഓക്സൈഡ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ്, ലിഥിയം മാംഗനീസ് ഓക്സൈഡ്, ലിഥിയം അയൺ ഫോസ്ഫേറ്റ്. ഇനി ആനോഡ് എന്താണ്? ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ആണ്. സോ കാഥോഡ് ലിഥിയം മെറ്റൽ ഓക്സൈഡും ആനോഡ് ഗ്രാഫൈറ്റ് ആണ്. കാഥോഡാണ് പോസിറ്റീവ് ഇലക്ട്രോഡും ആനോഡാണ് നെഗറ്റീവ് ഇലക്ട്രോഡും. ഇനി ഡിസ്ചാർജിങ് നടക്കുമ്പം എന്താ പറ്റുന്നത്? ഡിസ്ചാർജിങ് നടക്കുമ്പം ലിഥിയം അയോൺസ് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോലൈറ്റ് വഴി പോകും. ഡിസ്ചാർജിങ് നടക്കുമ്പം ലിഥിയം അയോൺസ് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോലൈറ്റ് വഴി പോകും. ചാർജിങ് നടക്കുമ്പം ലിഥിയം അയോൺസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്കും പോകും. അപ്പോൾ നമ്മൾ 2 ഇലക്ട്രോഡ് പറഞ്ഞു, ആനോഡും കാഥോഡും. ഇനി നമുക്ക് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റീവ് മീഡിയം ആണ്. ഇതിനകത്തൂടെയാണ് ലിഥിയം അയോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കും കാഥോഡിൽ നിന്ന് ആനോഡിലേക്കും പോകുന്നത്. ലിഥിയം സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ്, അതാണ് ഇലക്ട്രോലൈറ്റ്. സോ ഇലക്ട്രോലൈറ്റ് എന്താ? ലിഥിയം സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻ്റ് ആണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു സെപ്പറേറ്റർ ഉണ്ട്. സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഇനി സെപ്പറേറ്റർ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അത് അതിനകത്തൂടെയുള്ള ലിഥിയം അയോൺസിൻ്റെ പാസേജിനെ അലോ ചെയ്യും. എന്നാൽ ആനോഡും കാഥോഡും തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതെ പ്രിവെൻറ്റ് ചെയ്യും. സോ സ്ട്രക്ചറിനകത്ത് ആനോഡ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? ഗ്രാഫൈറ്റ്. കാഥോഡ് അഥവാ പോസിറ്റീവ് ഇലക്ട്രോഡ് ലിഥിയം മെറ്റൽ ഓക്സൈഡ് ആണ്. ഇപ്പം എക്സാമ്പിൾ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ്, ലിഥിയം മാംഗനീസ് ഓക്സൈഡ്, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ. ഇലക്ട്രോലൈറ്റ് എന്താ? അതിനകത്തൂടെയുള്ള ലിഥിയം അയോൺസിൻ്റെ ഫ്ലോയെ അലോ ചെയ്യുന്ന ആണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടക്റ്റീവ് മീഡിയം ആണ്. ലിഥിയം സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻ്റ് ആണ് ഇലക്ട്രോലൈറ്റ്. അടുത്ത് പറയുന്നത് എന്താ? സെപ്പറേറ്റർ ആണ്. ആനോഡിനെയും കാഥോഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റർ. ഈ സെപ്പറേറ്റർ ആനോഡും കാഥോഡും തമ്മിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കും. ഇതൊരു പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഇതിനകത്തൂടെയുള്ള ലിഥിയം അയോണിൻ്റെ പാസേജ് അലോ ചെയ്യും. ഇതൊരു പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഇത്രയുമാണ് സ്ട്രക്ചർ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വർക്കിംഗ് ആണ്. നമുക്കറിയാം ഈ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലാണ്. അപ്പോൾ അതിനകത്ത് നടക്കുന്നത് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ആണ്. ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പം ഡിസ്ചാർജിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡിസ്ചാർജിങ്ങിൽ നമ്മളുടെ ആനോഡ് എന്താ? ആനോഡെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ആനോഡെന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഈ ആനോഡിൽ ലിഥിയം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ലിഥിയം അയോൺ ആയിട്ട് മാറും. ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും. ലിഥിയം അയോൺ ആയിട്ട് മാറും. ലിഥിയം അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. സോ
ഡിസ്ചാർജിങ്ങിൽ ആനോഡിലാണ്. ആനോഡിൽ ലിഥിയം എന്ന് പറയുന്നത് ലിഥിയം അയോണും ഇലക്ട്രോണുമായിട്ട് മാറും. ലിഥിയം അയോണായിട്ട് മാറുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ലിഥിയം അയോൺ ഫോം ചെയ്യുന്നു. ഈ ലിഥിയം അയോൺ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊരു പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. ലിഥിയം അയോൺസ് എന്ന് പറയുന്നത് തീരെ ചെറുതായതുകൊണ്ട് ഈ പെർമിയബിൾ മെംബ്രെയിനകത്തൂടെ കടന്നുപോയി കാഥോഡിൽ ചെല്ലുന്നു. ലിഥിയം ബാറ്ററി എന്ന് പറയുന്നതിന് വെരി ഹൈ വോൾട്ടേജും ചാർജ് സ്റ്റോറേജുമാണ്. യൂണിറ്റ് വോളിയം അല്ലെ യൂണിറ്റ് മാസിൽ വെരി ഹൈ വോൾട്ടേജും ഹയർ ചാർജ് സ്റ്റോറേജുമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ലിഥിയം ആറ്റത്തിൻ്റെ ചെറിയ സൈസ് കാരണമാണിത്. ലിഥിയം അയോൺ ബാറ്ററിക്ക് ഹൈ വോൾട്ടേജും അതുപോലെ ചാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ് യൂണിറ്റ് വോളിയത്തിന്. കാരണം എന്താ? ലിഥിയം അയോൺ എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ടാണ്. സോ ഡിസ്ചാർജിങ്ങിൽ ഓർത്തിരിക്കുക, ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ലിഥിയം അയോൺ ഫോം ചെയ്യുന്നു. ഈ ലിഥിയം അയോൺ ഇലക്ട്രോലൈറ്റ് വഴി എവിടെ എത്തുന്നു? കാഥോഡിൽ എത്തിച്ചേരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഇനി ലിഥിയം അയോൺ കാഥോഡിൽ എത്തിയിട്ട് കാഥോഡിൽ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലിഥിയം അയോൺ കാഥോഡിൽ എത്തുന്നു, കാഥോഡിൽ അതിൻ്റെ ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. അപ്പം ഇതിനെയാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഡിസ്ചാർജിങ്ങിൽ ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ലിഥിയം അയോൺ ഫ്ലോ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ചാർജിങ് സൈക്കിളാണ്. ചാർജിങ് സൈക്കിളിൽ എന്താ പറ്റുന്നതെന്ന് നോക്കാം. ഡിസ്ചാർജിങ്ങിൽ നടന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചാർജിങ്ങിൽ നടക്കുന്നത്. ചാർജിങ്ങിൽ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ലിഥിയം അയോൺസ് വരും. ചാർജിങ്ങിൽ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ലിഥിയം അയോൺസ് വരും. ഈ ലിഥിയം അയോൺസ് അതായത് ഇലക്ട്രോൺസ് ആനോഡിൽ നിന്നും കാഥോഡിലേക്കും ഫ്ലോ ചെയ്യും. ഇലക്ട്രോൺസ് ആനോഡ് ടു കാഥോഡാണ്. അപ്പം ഈ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? റിഡക്ഷൻ റിയാക്ഷനാണ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷനാണ്. അതായത് കൊബാൾട്ട് ഓക്സൈഡ് അയോൺ ഉണ്ട്, കൊബാൾട്ട് ഓക്സൈഡ് അയോൺ ഉണ്ട്, ലിഥിയം ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. കൊബാൾട്ട് ഓക്സൈഡ് അയോൺ ഉണ്ട്, ലിഥിയം ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഈ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡായിട്ട് മാറും. ലിഥിയം കൊബാൾട്ട് ഓക്സൈഡായിട്ട് മാറും. അപ്പം ചാർജിങ് സൈക്കിളിൽ എന്താ പറ്റുന്നത്? ലിഥിയം അയോൺസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് പോവുക. ഏത് റിയാക്ഷനാണ് നടക്കുന്നത്? റിഡക്ഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പം കൊബാൾട്ട് ഓക്സൈഡ് എന്ന് പറയുന്നത് ലിഥിയവുമായിട്ടും ഇലക്ട്രോണുമായിട്ടും കമ്പൈൻ ചെയ്തിട്ട് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. ഈ റിയാക്ഷനാണ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. സിഗ്നിഫിക്കൻസിനകത്ത് കോമ്പാക്റ്റ് ഡിസൈൻ ആണ്, ഹൈ ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ഓർത്തിരിക്കുക, ഹൈ ചാർജ് ഡെൻസിറ്റി, കോമ്പാക്റ്റ് ഡിസൈൻ. ലിഥിയമാണ് മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽ. മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലിഥിയമാണ്. അപ്പോൾ കോമ്പാക്റ്റ് ഡിസൈൻ, ഹൈ ചാർജ് ഡെൻസിറ്റി, ഏറ്റവും ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലിഥിയമാണ്. ലോ സെൽഫ് ഡിസ്ചാർജ് റേറ്റ് കുറവാണ്. ഹൈ സ്കെയിൽ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ദെൻ ഫ്രീ ഫ്രം ടോക്സിക് മെറ്റീരിയൽ ആൻഡ് നോ മെമ്മറി എഫക്റ്റ്. ടോക്സിക് മെറ്റീരിയലിനോ മെമ്മറി എഫക്റ്റിൽ നിന്നും ഒക്കെ നമ്മളെ ഫ്രീ ആക്കും.